നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള അടയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മാമ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് മാമ്പഴം ശരിയാക്കി എടുക്കാം. നമുക്ക് അടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് അല്പസമയം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ശർക്കര ചേർത്ത് വയ്ക്കാം. ഇനി ഒരു മുറി തേങ്ങ ചിരണ്ടിയത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കയും ജീരകവും പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ശരിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പകുതി മാവിനകത്ത് ചേർത്ത് കുഴയ്ക്കാൻ വേണ്ടി എടുത്ത് മാറ്റുകയാണ്. ബാക്കി പകുതി നമുക്ക് വരട്ടിയെടുക്കാം. നമ്മളിങ്ങനെ വരട്ടിയെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. ഈ പരുവത്തിൽ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് വയ്ക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അട പരത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കാം. കയ്യിൽ വെള്ളം നനച്ച് ഈ വാഴയിലയിലേക്ക് നമുക്കിത് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് വളരെ രുചിയുള്ള ഒരു അടയാണ്. ഇതിലേക്ക് ഇത് വാഴയിലയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല മണവും ഒരു പ്രത്യേക സ്വാദും ഒക്കെ. ഇപ്പോഴും ഈ മാവിൻ്റെ ചൂട് മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്വാദും മണവും ഒക്കെ ആയിരിക്കും ഈ സാധനത്തിന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള അടയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം, ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.